ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ, അതായത് ഇന്ന് 7/4 25. അതിലെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നവ്യ അബീനെ വിളിക്കുകയാണ്. അപ്പോൾ അബി കാറിങ്ങനെ ഓടിച്ചുകൊണ്ട് വരുമ്പോഴാണ് നവ്യ വിളിക്കുന്നത്. അപ്പോൾ അവൻ ഫോൺ എടുത്തിട്ട്, സാധാരണ അവളുടെ ഫോൺ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രാക്ക് പറഞ്ഞിട്ടാണ് എടുക്കുക. അപ്പോൾ ഒന്നും പറയാണ്ട് തന്നെ അവൻ ഫോൺ എടുക്കുന്നുണ്ട്. എടുത്ത് നവ്യോട് സംസാരിക്കും. ഇപ്പോൾ മോളെ പറയൂ എന്ന് പറയുമ്പോൾ, മോളെ എന്നൊന്നും നീ എന്നെ വിളിക്കണ്ട, നീ എന്നെ എപ്പോഴാണ് വിളിച്ചിട്ട് നീ ഒന്ന് ഇങ്ങോട്ട് വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയും, മോളെ ഞാൻ ഓരോ തിരക്കിലാണ്, അതുകൊണ്ടാണ് വരാതിരുന്നത്, പറയൂ എന്താ വിളിച്ചത്, എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, എന്താണ്, നീ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്, നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ വല്ലാത്ത സങ്കടമാണ് എന്നൊക്കെ പറയും. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിയാലും വഴക്ക് കൂടിയാലും ഒക്കെ നീ അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ വല്ലാത്തൊരു വിഷമമാണെന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും, നിൻ്റെ വർക്കൊന്നും എന്നോട് പറയണ്ട, കാരണം ഞാൻ പോന്നു കഴിഞ്ഞാൽ അവിടെ വേറെ വല്ല പെണ്ണുങ്ങളെയും കൊണ്ട് വീട്ടുകാരെ അറിയാതെ കൊണ്ട് താമസിപ്പിക്കും, നിൻ്റെ സ്വഭാവം അതാണ് പറയും നവ്യ. അപ്പോൾ പറയും, നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണം, അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനത്തെ സ്വഭാവമൊന്നും എനിക്കില്ല, എനിക്കൊക്കെ ഒരുപാട് മാറ്റം വന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ എനിക്കത്ര വിശ്വാസമൊന്നുമില്ല നിന്നെ എന്നൊക്കെ പറയണം. അങ്ങനെ പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴേക്കും നമ്മുടെ നവ്യ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവൻ ആ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും, മറ്റേത് സാധാരണ അവളുടെ ഫോൺ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ്, ഇതൊന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മുടെ നയന നവ്യയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ആരാ ചേച്ചി പറയുമ്പോൾ, വിളിച്ചതാണ്, അബി വിളിച്ചതാണ്. പക്ഷെ അബി അല്ല വിളിക്കുന്നത്, ഇവൾ അങ്ങോട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, എന്ത് ചെയ്തിട്ട് എന്താ, ഒരുമാതിരി സ്വഭാവമാണ്, ഞാനിപ്പോൾ പോന്നിട്ട് ഇത്ര ദിവസമായി, പോന്നിട്ട് ഇതുവരെ എന്നെ ഒന്ന് വിളിച്ചത് പോലും ഇല്ല, എന്നിട്ട് ഇപ്പോഴാണൊന്ന് വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. സാരില്ല ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അതൊക്കെ മാറും ഈ സ്വഭാവം. ഇനിയിപ്പോൾ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാലും ചേച്ചി അങ്ങോട്ട് തന്നെ പോകണം, അവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാനും ആദർശേട്ടനൊക്കെ ഉണ്ടല്ലോ, ചേച്ചിക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വരില്ല, കുഞ്ഞിനെ നമ്മൾ അവിടെ തന്നെ വളർത്തും എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എന്തുണ്ടായാലും ഭർത്താവിൻ്റെ സ്നേഹവും കരുതലെങ്കിൽ എന്താ മോളെ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ചേച്ചി വിഷമിക്കാതിരിക്കും, എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണും എന്നൊക്കെ ഇങ്ങനെ പറയാനേ. അത് കഴിഞ്ഞ് ഗോവിന്ദനും കനകയും നമ്മുടെ നന്ദും കൂടെ ചർച്ചയിലാണ്. അപ്പോൾ പറയും, ഞാനും നന്ദു എന്ത് പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നമല്ല, അവളൊരു തമാശയായിട്ടാണ് ഗോവിന്ദേട്ടൻ എടുക്കുക, അതുകൊണ്ട് ഗോവിന്ദേട്ടൻ കുറച്ച് സീരിയസ് ആയിട്ട് അവളോടൊന്ന് സംസാരിക്കണം, കാരണം ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവൾ ചിരിച്ച് തള്ളുള്ളൂ ചെയ്യുക, അതുകൊണ്ട് ഗോവിന്ദേട്ടൻ തന്നെ ഒന്ന് പറയണമെന്ന് പറയുമ്പോൾ പറയാം എന്നുള്ളതിലിങ്ങനെ നിൽക്കുമ്പോഴേക്കും നയന അങ്ങോട്ട് ചെല്ലുക. ഞാൻ പറയും, എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്, ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കൊക്കെ എന്തോ ഒരു ഗൗരവം പോലെ, എന്താ പ്രശ്നം എന്ന് വയ്ക്കും. അപ്പോൾ എന്താ പ്രശ്നം എന്നറിയും മറ്റേ നമ്മളെ കനക, നീ പറയണ്ട ഞാൻ പറയാം എന്നറിയാം. അപ്പോൾ ഗോവിന്ദൻ പറയും, എത്രയെന്ന് വെച്ചിട്ടാണ് ക്ഷമിക്കുക, ഇന്ന് വന്നിട്ടും എന്തൊക്കെയാണ് നിൻ്റെ അമ്മായിയമ്മ നിന്നോട് പറഞ്ഞതെന്നറിയോ, നീ അവർക്ക് വേണ്ടി നല്ലതല്ലേ ചെയ്യുന്നുള്ളൂ, എൻ്റെ മോളുടെ ഒരു ഭാഗം മുഴുവൻ, ഒരു പകുതി അവർക്ക് വേണ്ടി പകുത്ത് കൊടുത്തിട്ടും അതിൻ്റെ ഒരു നന്ദി പോലും അവർ നിന്നോട് കാണിക്കുന്നില്ലല്ലോ, എത്രയെന്ന് വെച്ചിട്ട് അത് ഞാൻ സഹിക്കുന്നത്, എങ്ങനെയെന്നൊക്കെ എൻ്റെ പറയുന്നത് ഗോവിന്ദ. അപ്പോൾ അതിന് അവർക്ക് അറിയില്ലല്ലോ, നമ്മളാണ് കൊടുത്തത്, ഞാനാണ് അവർക്ക് കരൾ കൊടുത്തതെന്ന് അറിയില്ലല്ലോ അങ്ങനെ പറയും. അറിയില്ലെങ്കിലും 1 വർഷമൊക്കെ ആവാറായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് കനക കയറിയിട്ട് പറയും, 1 വർഷമൊക്കെ ആയില്ലേ കല്യാണം കഴിഞ്ഞിട്ട്, ഇനിയെങ്കിലും അവർക്ക് അവരുടെ സ്വഭാവം മാറ്റിക്കോട്ടെ പറയുമ്പോൾ ഗോവിന്ദൻ ചീത്ത പറയും, നീ മിണ്ടാണ്ടിരിക്കും, ഞാൻ സംസാരിക്കാം, നീ മിണ്ടാതിരിക്കറിയാം. അപ്പോൾ കനക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതിൽ പറയും, മോളെ ഇത് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാണിത്, എനിക്കിന്ന് ശരിക്കും ദേഷ്യം വന്നു നിൻ്റെ അമ്മായിയമ്മ, പക്ഷേ ഞാൻ ആ മൂർത്തി സാറൊക്കെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് മിണ്ടാണ്ട് പോകുന്നതാണ്, എനിക്ക് രക്തം തിളച്ച് വന്നതാണ് അവരുടെ വർത്തമാനം കേട്ടിട്ട്. ഇങ്ങനെയുണ്ട് ഒരു ഇത്, അവർക്കിപ്പോൾ നിന്നെക്കൊണ്ട് കോടികളല്ലേ അവിടെ വരുമാനം നീ ഉണ്ടാക്കി, നയന കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നീ എത്രയാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, അതിൻ്റെ ഇതൊന്നും വേണ്ട, അവർക്ക് കുറച്ചും കൂടെ സ്നേഹമായിട്ട് പെരുമാറായിരുന്നില്ലേ, എത്ര നാളെ വെച്ചിട്ട് അത് കാണണം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക. അപ്പോൾ പറയും, മോളെ അങ്ങോട്ട് ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചു, മോൾ അങ്ങോട്ട് പോകണ്ട ഇനി എന്ന് പറയും. അപ്പോൾ കനക പറയും, അതെ ഇനി അങ്ങോട്ട് പോകണ്ട, ഇവിടെ നിന്നാൽ അത് പറയുമ്പോൾ, നീ മിണ്ടാതിരിക്കും, നിന്നോടല്ലേ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു പറയും ഗോവിന്ദൻ. അപ്പോൾ കനകയ്ക്ക് മനസ്സിലായി വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നന്ദൂരെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഒരു ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, അപ്പോൾ എന്ന് വിളിക്കും, അതെ ഇനി നീ അങ്ങോട്ട് പോകണ്ട, നിൻ്റെ അമ്മയമ്മ നിന്നോട് സ്നേഹമായിട്ട് പെരുമാറുകയാണെങ്കിൽ മാത്രം നീ അങ്ങോട്ട് പോയാൽ മതി, അല്ലാതെ നീ അങ്ങോട്ട് പോകണ്ട എന്ന് പറയും. നിനക്ക്
നിനക്ക് പോകണമെങ്കിൽ പോകാം, ആദർശിൻ്റെ അടുത്ത് പോവുകയൊക്കെ ചെയ്യാം, പക്ഷേ പിന്നെ ഒരിക്കലും ഞങ്ങൾ നിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ നിൻ്റെ ഒരു കാര്യത്തിലേക്ക് ഇടപെടാൻ ഞങ്ങളാരും വരില്ല എന്ന് പറയും. അപ്പോൾ അച്ഛൻ എന്താ ഈ പറയുന്നത്? അതെ, അതുതന്നെയാണ് പറയുന്നത്. കാരണം എന്താന്ന് എത്ര കാലമായി ഇത് തുടങ്ങി, വർഷം ഒന്നാവാറായി കല്യാണം കഴിഞ്ഞിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ നിന്നെ അപമാനിക്കുന്നല്ലേ ഉള്ളൂ വരുന്ന ഞങ്ങളേനി. പിന്നെ എന്തിനാണ് നീ അവിടെ നിൽക്കുന്നത് ഇത്ര ബുദ്ധിമുട്ടിയിട്ട്? ഇനിയിപ്പോൾ നിനക്ക് പോകണമെങ്കിൽ പോയിക്കോ, പക്ഷേ ഞാനോ നിൻ്റെ അമ്മയോ നിൻ്റെ അനിയത്തിയോ നിന്നെ കണ്ടാലും കൂടി മിണ്ടില്ല. ഒരു പക്ഷേ അവർ മിണ്ടുമായിരിക്കും, തിരിഞ്ഞു നിന്നെങ്കിലും സംസാരിക്കും, പക്ഷേ ഞാൻ മിണ്ടില്ല എന്ന് പറയും. അപ്പോൾ അത് പറഞ്ഞാൽ അതെൻ്റെ വാക്കാണ് അറിയാം. അവർ സ്നേഹമായിട്ട് വരട്ടെ, അവർ നിന്നെ സ്നേഹമായിട്ട് വന്ന് വിളിക്കട്ടെ, അവരുടെ എല്ലാം മറന്നവർ വന്ന് വിളിക്കട്ടെ, അപ്പം നിനക്ക് പോവാം, അല്ലാണ്ട് നീ ഇവിടുന്ന് പോവില്ല, നിന്നെ ഞാൻ വിടില്ല എന്നൊക്കെ അങ്ങനെ പറയാം. അതല്ല ആദർശിൻ്റെ കൂടെ പോകണമെങ്കിൽ നിനക്ക് പോകാം, പക്ഷേ ഞങ്ങളാരും ഉണ്ടെന്ന് വിചാരിച്ച് നീ ഇങ്ങോട്ട് വരും ചെയ്യരുത് എന്നൊക്കെ പറയും. അപ്പോൾ കനകയും പറയും അതെ, നീ ഇങ്ങോട്ട് വരണ്ട, പിന്നെ ഞങ്ങളാരും ഇല്ലാത്ത പോലെ നീ ജീവിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മറ്റേ എന്താണ് ഗോവിന്ദൻ പറയുകയാണ്, ഇപ്പോൾ നവ്യയുടെ അമ്മയമ്മ അങ്ങനെ കാണിച്ചാലും നവ്യയുടെ അമ്മയം എന്തെങ്കിലും പറഞ്ഞാൽ നവ്യ അതിന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷെ നീയാണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്, എന്നിട്ടും നിൻ്റെ മെക്കിട്ടാണല്ലോ അവർ കയറാൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തത്, ആ തീരുമാനത്തിൽ ഇനി ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ അങ്ങനെയായിട്ട് പോവുകയാണ്. അപ്പോൾ നവ്യ എന്താ വെച്ചാൽ അത് എന്താ പറ്റിയത്, ഇങ്ങനെയൊന്നും അറിയുന്നില്ലല്ലോ, ഇതെന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാമെന്ന് പറയുമ്പോൾ പറയും അതെങ്ങനെ ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ, അല്ലാണ്ട് ശരിയാവില്ല. എത്ര നാളെ ചെന്ന് എത്ര അപമാനിച്ചു അവളേനെ, എന്തൊക്കെയാണ് പറഞ്ഞത് അവർ എന്നൊക്കെ പറയും. അപ്പോൾ കനകയും പറയും ഞങ്ങൾ പിന്നെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ നീ ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെ പറയും. അപ്പോൾ പറയും ചേച്ചിക്ക് വേണമെങ്കിൽ പോവാം എന്ന് പറയും നന്ദു. ഗോവിന്ദൻ പോകട്ടോ, അത് പറഞ്ഞിട്ട് ഗോവിന്ദനായിട്ട് പോകും. അപ്പോൾ നന്ദു എന്നിട്ട് പറയും ചേച്ചിക്ക് വേണമെങ്കിൽ പോവാം, പക്ഷേ എന്ന് പറയും വേണ്ട, എനിക്ക് നീയും അച്ഛനും അമ്മയും ഇല്ലാണ്ട് വേറെ ആരുമില്ല, അപ്പോൾ നിങ്ങളെ വിട്ടിട്ട് നിങ്ങളും മിണ്ടാതെ ഞാനെന്തിനാ അവിടെ പോയിരിക്കുന്നത്, ഞാൻ അങ്ങോട്ട് പോയില്ലാണ്ട് നയനയും പോവുകയാണ്. അപ്പോൾ നമ്മുടെ നന്ദുവും പിന്നെ കനകയും കൂടെ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ ഏറ്റു എന്നുള്ളതിനിങ്ങനെ കാണിക്കും. അപ്പോൾ നവ്യ പറയും അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ, ഇത്ര വലിയ പ്രശ്നമാക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണം മോളെ, എത്ര നാളായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്, ഇന്ന് വരെ ഒരു സ്നേഹമായിട്ട് ആരും നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളൂ, നല്ലത് മാത്രമല്ലേ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും നവ്യയുടെ നയനയുടെ കാര്യം തന്നെ എടുത്ത് നോക്കുക, എന്നിട്ടും അവളെ ഇന്നിപ്പോൾ എത്രമാത്രം ഒരു പിന്നെ അപമാനിച്ചു എന്നറിയില്ലേ, എത്രയെന്ന് വെച്ചിട്ട് നമുക്കിത് കേട്ടുകൊണ്ട് നിൽക്കുക, ഇവിടെ നിന്നോട്ടെ, നിങ്ങളിവിടെ നിന്നോ, നമുക്ക് ഉള്ളതും കൊണ്ട് ഇവിടെ കഴിയാമെന്നൊക്കെ അങ്ങനെ പറയണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ആകെപ്പാടെ എന്താ പറയുക സങ്കടമായിട്ട് നമ്മുടെ നവ്യയ്ക്കും നയനയ്ക്കൊക്കെ ആകെപ്പാടെ വിഷമം. പക്ഷെ നന്ദുവും കനകയും ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവർ അത് വേറെ അഭിനയമാണ് അതറിയാം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുമ്പോൾ അബി ഇങ്ങനെ പാഞ്ഞ് വരുന്നുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ ജലജ ഫോണിൽ എന്തോ നോക്കുകയാണ് ഇരുന്നത്. അപ്പോഴേക്കും അമ്മ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വരിക. പറഞ്ഞു എന്താടാ വയ്ക്കും അമ്മേ, പിന്നെ നയനടുത്തി ഇവിടുന്ന് വല്യമ്മ പോയി അമ്മായി പോയി വിളിക്കാണ്ട് നയനടുത്തി ഇങ്ങോട്ട് വരില്ല അത്ര, ഇപ്പോൾ നവ്യ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ആകെ എന്തോ പ്രശ്നമുണ്ട് തോന്നുന്നു എന്നൊക്കെ പറയും. അപ്പോഴേക്കും അത് കേട്ടിട്ട് ജാനകി അങ്ങോട്ട് ആണോ മോനെ സത്യമാണോ നീ പറയുന്നത് വയ്ക്കുമ്പോൾ അതെ അമ്മായി സത്യമാണ്, പിന്നെ ഇങ്ങോട്ട് വരില്ല എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ കനകയും ഗോവിന്ദനും കൂടെ ഭയങ്കര ദേഷ്യത്തിലാണത്രേ എന്നൊക്കെ പറയും അബി. അപ്പോൾ പറയാം ഓ അത് ശരി, പക്ഷേ ഇവിടുന്ന് ഏർത്തി പോവുമല്ലോ കൂട്ടിയും കൊണ്ട് വരാൻ വേണ്ടിയിട്ട്, അതൊന്നും ഉണ്ടാവും തോന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവൾ വിളിച്ച് പറഞ്ഞതാണ് എന്നൊക്കെ പറയും. അപ്പോൾ പറയും പിന്നെ അങ്ങനെയാണെങ്കിൽ അവൾ അവിടെ നിൽക്കട്ടെ, 2 മരുമക്കളും അവിടെ തന്നെ നിൽക്കട്ടെ, അവിടെ നിൽക്കേണ്ടാവുള്ളൂ, അല്ലാണ്ട് ഏർത്തി ഇവിടുന്ന് പോയി വിളിക്കൊന്നും ഉണ്ടാവില്ല, ദേവടുത്തി പോയി വിളിക്കൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇനി പറയാൻ പറ്റില്ല കേട്ടോ ദേവടുത്തിയുടെ കാര്യം, ഇനിയിപ്പോൾ മകന് വേണ്ടിയിട്ട് എങ്ങാനും പോയി വിളിക്കുമോ എന്ന് അറിയില്ല, ഉണ്ടാവില്ല, ഇനിയിപ്പോൾ അന്നിപ്പോൾ ആദർശിന് പോയി വേണ്ടി വിളിച്ചതല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ പോകുമെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ പോവുണ്ടാവില്ല, ഇനിയിപ്പോൾ അവരുടെ മുന്നിൽ ഇപ്പോൾ ഇനി തല മുട്ട് മടക്കുമെന്ന് തോന്നണില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ പറയും എന്തായാലും നന്നായി അവിടെ നിൽക്കട്ടെ, പക്ഷെ ഒന്നുണ്ട്, അവളാണ് നമ്മുടെ കമ്പനി ഭരിക്കുന്നത്, അവളാണ് ചീഫ് ഡിസൈനർ അവിടുത്തെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവൾ വരാതിരുന്ന് ഇവിടെ നിന്ന് എല്ലാവരും കൂടെ പോയി അവളെ വിളിക്കേണ്ടാവും, പതുക്കെ കണ്ടോളൂ. അപ്പോൾ ജാനകി പറയും ഞാനിത് പോയിട്ട് അനാമിക മോളോട് പറയട്ടെ എന്നിട്ട് ഓടുകയാണ്. അപ്പോൾ പറയും ഈ 2 മരുമക്കളും വരുന്നില്ലെങ്കിൽ ഇവളെ മൂന്നാമത് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അതിനുള്ള കളി നമ്മൾ കളിക്കണം എന്നൊക്കെ അങ്ങനെ പറയാണ്.
അമ്മയും മകനും കൂടെ. അപ്പോൾ അവളെ ഇങ്ങോട്ട് വരാതിരുത്തണം എന്നൊക്കെ പറയും. അവൾ അല്ലെങ്കിൽ അധികം വൈകാണ്ട് ഇവിടുന്ന് പൊയ്ക്കോളും എന്നിങ്ങനെ ജലജ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും പിന്നെ അതൊന്നുമല്ല അമ്മേ പ്രശ്നം, ഇപ്പോൾ തന്നെ അവൾ ചീഫ് ഡിസൈനർ, അവൾക്ക് അവിടുന്ന് 5 ശമ്പളമാണ് കിട്ടുന്നത്. അവളിപ്പോൾ മെല്ലെ മെല്ലെ ആദർശേട്ടൻ്റെ കൂടെ കൂടിയിട്ട് പിന്നെ ഈ കമ്പനിയും ഈ വീടൊക്കെ അവൾ പിടിച്ചെടുക്കും, കണ്ടോളുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അബി. അപ്പോൾ അങ്ങനെ അവർ ഭയങ്കര കൊടിയ ചർച്ചയിലാണല്ലോ കേട്ടോ ഇത്. അപ്പോഴേക്കും ജാനകി വിളിച്ച് പറഞ്ഞു തോന്നുന്നു അങ്ങോട്ട് അനാമികയുടെ അടുത്ത്. അപ്പോൾ പറയുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും വന്നിട്ടില്ലെങ്കിൽ തന്നെ സമാധാനമാണ്, അപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ട് പോയി നിൽക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു. അമ്മയ്ക്ക് പറയും അതെ മോൾ അങ്ങോട്ട് പോയിക്കോ, ഇവിടെ നിന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ വീണും പിന്നെ ഇവരിങ്ങനെ സ്ക്രൂ കൊടുക്കുകയാണ് പോയിക്കോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വല്യമ്മ പോയി വിളിക്കില്ല, വല്യമ്മ പോയി വിളിക്കണം, എന്താ അവളുടെ ഒരു അഹങ്കാരം നോക്ക്, വല്യമ്മ പോയി വിളിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. അപ്പോൾ പറയും അയാൾ എന്താണ് ഗോവിന്ദനെയാണ് കേട്ടോ പറയുന്നത്, ഗോവിന്ദനെ എന്തൊക്കെയാണ് പറയുകയെന്നറിയും. അതിൽ പറയും ഗോവിന്ദൻ അയാൾ മകളെ വെച്ച് പിന്നെ വില പേശാണ്, കാരണം അവളെപ്പോലെ ഒരു ചീഫ് ഡിസൈനർ പുറത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ കാശ് കിട്ടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ അങ്ങനെ ഇതാക്കാണ് കേട്ടോ. അവരെല്ലാവരും കൂടെ എന്തായാലും ഭയങ്കര ചർച്ചയിലാണ്. അപ്പോൾ നയനയ ഇങ്ങോട്ട് വരില്ല, ഇനി വരണമെങ്കിൽ ദേവേർത്തി പോയി കൈയും കാലും പിടിച്ചു കൊണ്ട് വരണം എന്നുള്ള ഒരു സംഭാഷണത്തിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ ആഘോഷമാക്കുകയാണ് അനാമിക. വരുന്നില്ലെങ്കിൽ വേണ്ട, അത്രയും സമാധാനം, എനിക്കവിടെ സമാധാനമായിട്ട് നിൽക്കാമല്ലോ എന്നുള്ളതിലാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് നാൾ അവിടെ നിന്ന് അവിടെ നിന്നുള്ളതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോരാം എന്നുള്ളതിലാണ്. പിന്നെ ഒരു 3 ആളും ഭയങ്കര ചർച്ചയാണ്. അപ്പോൾ വേണുവും അനാമികയും രേവതിയും കൂടെ. അപ്പോൾ ഇനിയിപ്പോൾ പോകാം എന്നുള്ളതിലാണ്. അപ്പോൾ അമ്മ പറഞ്ഞത്, അമ്മായി അല്ല മറ്റേ അനിയുടെ അമ്മ വിളിച്ച് പറഞ്ഞതല്ലേ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ചർച്ചയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളുടെ ദേവയാനി ഇങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ ജലജ അങ്ങോട്ട് കയറിച്ചല്ല. അപ്പോൾ പറഞ്ഞ് ദേവടുത്ത് വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേക്കും. അപ്പോൾ എന്തെന്ന് പറയും, നവ്യ വിളിച്ചിരുന്നു, അപ്പോൾ ദേവടുത്ത് ചെന്ന് വിളിക്കാതെ നയനേനെ അവരിങ്ങോട്ട് വിടില്ല എന്നാണല്ലോ പറയണത് എന്ന് പറയും. അപ്പോൾ പറയും അതാരാ പറഞ്ഞു വയ്ക്കും. ഇപ്പോൾ നവ്യ വിളിച്ച് പറഞ്ഞത് അവിടെ എന്താ ദേവടുത്തി അവരോട് എന്തോ മോശമായി പെരുമാറി എന്നൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറയും. അതിൽ പറയും ഞാനിപ്പോൾ പോയി അവിടെ പോയി വിളിക്കൊന്നുമില്ല, അതെന്തായാലും നടക്കണ കാര്യമൊന്നുമല്ല എന്നൊക്കെ പറയും കേട്ടോ. അവളവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ നിൽക്കട്ടെ, അല്ലാണ്ട് ഞാൻ പോയി വിളിക്കില്ല എന്ന് പറയും. അതന്നെ ദേവടുത്തി പോയി വിളിച്ച് അവരെ മുന്നിൽ പോയി ഇപ്പോൾ ഒരു പ്രാവശ്യം പോയി വിളിച്ചില്ലേ, അപ്പോൾ അവർ ഇത് ഇറക്കുകയാണ്, കുറുക്കനാണ് അയാൾ എന്ന് പറയും. കുറുക്കനോ നോക്കി കേട്ടോ. അയാളൊരു കുറുക്കനാണ്, അയാൾ പുറത്തിറങ്ങുന്നുണ്ടോ കണ്ടോ, അയാളെ മകളെ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മളുടെ ഇതിന്നിപ്പോൾ അവൾ ചീഫ് ഡിസൈനറല്ലേ നമ്മളുടെ കമ്പനിയിലെ, അപ്പോൾ അത് വെച്ച് വിലപേശാണ്, മകളെ വെച്ചിട്ടാണ് വിലപേശുന്നത്. അപ്പോൾ അവളെ ഇങ്ങോട്ട് വിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും അവളെ പോയി ഇവിടുന്ന് അച്ഛനും അമ്മയൊക്കെ പോയി കൂട്ടിക്കൊണ്ട് വരില്ലേ അവളെ, അതിന് വേണ്ടിയിട്ട് അവരോരോ ഡിമാൻഡുകൾ ഇറക്കുകയാണ് എന്നറിയാം. അപ്പോൾ ദേവേന്ദ്രറിയ ആര് പോയി വിളിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ മോളെ പോയി വിളിക്കുക, അവളില്ലാണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. അതിലും അറിയും പിന്നെ എന്തായാലും ദേവടുത്തി പോകുമൊന്നും വേണ്ട കേട്ടോ, അവളവിടെ നിൽക്കട്ടെ, അവൾ മറ്റവളും കൂടെ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ദേവ അങ്ങനെ ആലോചിക്കും. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ സത്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ ദേവടുത്തി ഒന്ന് അന്വേഷിച്ച് നോക്ക്, ഞാൻ വെറുതെ അല്ല പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവ അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ സത്യം ആവുമോ ഇത് എന്നുള്ളത്. കുറേ സംഭാഷണങ്ങളൊക്കെ പോയണു, എന്തോ നല്ല സുഖമല്ല, എനിക്ക് നല്ല തലവേദന ഉണ്ടാകുന്നുണ്ട്. എനിക്ക് കയറണില്ല സീരിയൽ, ഇപ്പോൾ 2 വട്ടം കണ്ടിട്ടും എനിക്കത് ഇങ്ങോട്ട് തലയിൽ കയറണില്ല കഥ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ഷമിക്കണം കേട്ടോ, ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നത്രയും ഞാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇങ്ങനെ ചർച്ചയിലാണ് എല്ലാവരും കൂടെ. പത്രമാറ്റിൻ്റെ സീരിയൽ, ഇന്നത്തെ സീരിയൽ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നയനേനെ അങ്ങോട്ട് വിടണില്ല എന്നുള്ള കട്ട തീരുമാനത്തിലാണ് നയനയുടെ വീട്ടുകാർ. അപ്പോൾ നമ്മുടെ ദേവയാനിക്ക് ചെറിയതായിട്ടൊരു പേടിയും തട്ടിയിട്ടുണ്ട്, കാരണം ഇനിയിപ്പോൾ വിടില്ലേ അവർ ഇങ്ങോട്ട് എന്നുള്ളതിൽ. പക്ഷെ നമ്മളെ ദേവയാനില്ല, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നയനെ കൂട്ടിയും കൊണ്ട് വരും, അത് ഉറപ്പാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ പത്രമാറ്റ്, ആരും മിസ് ചെയ്യേണ്ട കാണുക. ഇതുപോലെ എൻ്റെ കഥ ഞാൻ പറഞ്ഞത് ശരിയായിട്ടില്ല എന്ന് എനിക്കറിയാം, ക്ഷമിക്കണം. പിന്നെ അത് ഇന്നത്തെ 2 ദിവസമായിട്ട് നല്ല ഇതില്ല, കാരണം പ്രഷറിൻ്റെ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്, അതിൻ്റെയാണ് തോന്നുന്നു തലയ്ക്കൊരു കറക്കും. പക്ഷെ ഇതൊന്നും പറയാതിരിക്കുന്നത് എങ്ങനെയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സോറി, ക്ഷമിക്കുക, ഒരുപാട് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ ഞാൻ. താങ്ക് യു. എല്ലാവരും തുടർന്ന് എൻ്റെ ചാനലുകൾ കാണണം, മിസ് ചെയ്യരുത്. അതുപോലെ ഇനിയിപ്പോൾ 2 ചെമ്മനീർ പൂവുണ്ട്, അതുപോലെ നമ്മളുടെ പവിത്രമുണ്ട്, 2 കഥകളും കൂടെ പറഞ്ഞിടാണ്ട്, അതാണ്. സോറി, ക്ഷമിക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്
അബിയ. ഇന്നത്തെ എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞ കഥ വളരെ മോശമായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് പിന്നെ ആരും മിസ്സാക്കരുത്, കട്ട് ചെയ്ത് പോരുത് കേട്ടോ, മുഴുവനായിട്ട് കേൾക്കുക. ഓക്കെ, താങ്ക് യു.